നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. വൈൽഡ് കാർഡ് എൻട്രികളിലെ ആദ്യ വനിത നന്ദനയായിരുന്നു. എന്തും ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതമാണ് നന്ദനയുടേത്. തുടക്കത്തിൽ തന്നെ നന്ദന ഏറ്റുമുട്ടിയത് ജാസ്മിനുമായാണ്. അത് നന്നായി ഏൽക്കുകയും ചെയ്തു. ഹൗസിൽ വന്ന് 4 ദിവസം പിന്നിടുമ്പോൾ മറ്റ് ഹൗസ്മേറ്റ്സുമായി തന്റെ ജീവിതകഥ പങ്കിട്ടിരിക്കുകയാണ് നന്ദന. ബിഗ് ബോസ് സീസണുകളിൽ മത്സരാർത്ഥികളുടെ ജീവിതം പറയുന്നൊരു സെഷൻ ഉണ്ടാകാറുണ്ട്. അതിലൂടെയാണ് ഒപ്പമുള്ള മത്സരാർത്ഥികളും പ്രേക്ഷകരും ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നത്. അത്തരത്തിലാണ് നന്ദന തന്റെ കഥ മറ്റുള്ളവർക്കായി പങ്കിട്ടത്. കുട്ടിക്കാലം മുതൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങിയ ആളാണ് താനെന്നും ബിഗ് ബോസ് വേദി തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും നന്ദന പറയുന്നു. അക്കൗണ്ടിംഗ് പഠിക്കുകയാണ് നന്ദന. ഒപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ അമ്മയും ചേച്ചിയുമുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 14 വർഷം കഴിഞ്ഞു. അമ്മയാണ് അവരെ കഷ്ടപ്പെട്ട ഇവിടെ വരെ എത്തിച്ചത്. സാമ്പത്തിക പ്രശ്നം കാരണം അച്ഛൻ വിഷം കഴിച്ച ആത്മഹത്യ ചെയ്തതാണ്. അമ്മ വീട്ടുപണിക്ക് പോകുന്ന ആളാണ്. ചെറുപ്പം മുതൽ ജോലിക്ക് പോകുന്ന ആളാണ് നന്ദന. 7ൽ പഠിക്കുമ്പോൾ കസിന്റെ ഒരു കടയിൽ ജോലിക്ക് പോകും. കാശുണ്ടാക്കണമെന്ന വാശിയായിരുന്നു നന്ദനയ്ക്ക്. അച്ഛനില്ലാത്ത വിഷമം അമ്മ ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് നന്ദന പറയുന്നു. കോർപ്പറേറ്റ് കോളേജിലായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകും. ഡാൻസിന്റെ കോസ്റ്റ്യൂം വിൽക്കുന്ന കടയിൽ 7 വർഷം നിന്നു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വണ്ടിയെടുത്തു. അവിടെ നിന്ന് 5-6 പവൻ സ്വർണം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി. അമ്മയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്കുണ്ട്. വീട്ടുപണി ചെയ്യുന്നു എന്നതിനെ താഴ്ത്തിക്കെട്ടുന്നവർ ഉണ്ടാകും. ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോൾ വീട്ടുജോലിക്ക് പോകുന്ന ശാരദയുടെ മോൾ ബിഗ് ബോസിലോ എന്ന തരത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും. എൻ്റെ നാട്ടുകാർ അങ്ങനെയുള്ള ആളുകളാണ്. ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി സെലക്ട് ആയപ്പോൾ അച്ഛനെ ഓർത്തുപോയി. ഒടുവിൽ ഇവിടെ എത്തി. ബിഗ് ബോസിനോട് ഒത്തിരി നന്ദി എന്നാണ് നന്ദന പറഞ്ഞത്. കഥ പറയുന്നതിനിടയിൽ കരഞ്ഞ നന്ദനെ ഹൗസ്മേറ്റ്സ് എല്ലാവരും എത്തി ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.